ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ അടിമാലിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അത് നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്. നമ്മൾ സൂപ്പർ പ്ലേസുകളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പോകാം നമുക്ക്. നമുക്ക് പ്ലേസ് അതിൻ്റെ മേളിലാണ്. അപ്പോൾ ഇവിടം വരെ നല്ല കയറ്റമാണ്. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഇത്രയും കയറ്റം കയറി വലിയ പാടാണ്. കുഴപ്പമില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ സുഹൃത്തായ ബിനുവിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ബിനുവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ അടിമാലിയിൽ നിന്നൊരു 10 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ നല്ല അതിമനോഹരമായ സൂപ്പർ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വീട് ഇവിടെ കയറി വന്നത്. ഇവിടെ വന്നപ്പോൾ വലിയായ പാറ കഷങ്ങളൊക്കെ പൊട്ടി ഇങ്ങനെ താഴേക്ക് വീണ് കിടപ്പുണ്ടോ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പണ്ടത്തെ കാലങ്ങളൊക്കെ മേളിൽ നിന്ന് പാറകളൊക്കെ പൊട്ടി താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കണമെന്ന് എനിക്ക് തോന്നും. അപ്പോൾ ചങ്ങായി എന്തോട് പറയുന്നുണ്ട്. കാട്ടുനെല്ലിക്കയാണ് ഇങ്ങനെ. ഇപ്പം ടൈം കഴിഞ്ഞുകൊണ്ട് സംഭവം തീർന്നല്ലേ. ഉറം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചങ്ങാതി ഒരു രക്ഷയില്ലാത്ത പോക്കണമാണ്. ഇപ്പോൾ അത് നമ്മളെക്കാളും ഒരു 100 അടി ഹൈറ്റിലെത്തി പുള്ളി. ഒന്നും പറയാനില്ല. നമ്മളെ ചങ്ങായിയുടെ കയ്യിൽ എന്തൊക്കെയോ കവറിൽ പുള്ളി കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി മുകളിൽ ചെല്ലുമ്പോൾ എല്ലാം കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ വഴികൾ താഴത്തെ അവസ്ഥകളൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വഴിയൊക്കെ വളരെ വീതി കുറവാണ്. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരികയൊക്കെ ചെയ്ത് പുള്ളിക്ക് പരിചയമായി. അതുകൊണ്ട് പുള്ളി തീർക്കാനും പോവാണ്. എന്നാൽ നമുക്കും പോവാം. ഞങ്ങളും ഉണ്ട് കേട്ടോ. പുള്ളി പരിചയമുള്ളതുകൊണ്ടാണ് പുള്ളി അങ്ങനെ അത്ര സ്പീഡിൽ കയറി പോകുന്നത്. നമുക്കത്ര ഇത് ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മളൊക്കെ പണ്ട് കാലങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ അടിക്കാനും തൂക്കാനൊക്കെ പഴയ ആളുകൾ ചൂലായിട്ട് കെട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇത് കെട്ടി കടകളിലൊക്കെ കൊണ്ടുപോയി ആളുകൾ കൊടുക്കുമായിരുന്നു. ചങ്ങായിമാരെ ഒരു രക്ഷയിലാട്ടോ. ഇത് ഇവിടെ കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണത്. മഞ്ഞൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് കിടക്കുക. സൂപ്പർ പ്ലേസ്. ഇതാണ് ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഷെഡുള്ളത്. അപ്പോൾ ആശാൻ കയറി വന്നിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് ഇവിടുത്തെ അവസ്ഥ ചെറിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇപ്പോൾ കയറി വന്നപ്പോൾ ഷെഡൊക്കെ ഒരു പരുവത്തിൽ ആയി കിടക്കുകയാണ്. ഇപ്പോൾ താമസമൊന്നുമില്ല. അപ്പോൾ ആശാൻ നമ്മുടെ ചിക്കൻ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടി നോക്കണയാണ്. അപ്പോൾ ആവശ്യം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് വിറകുണ്ട്. അപ്പോൾ വിറക് വെച്ചാൽ നമുക്ക് ആദ്യം തീയൊന്ന് പിടിപ്പിച്ചെടുക്കാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓർത്ത് തീ പിടിക്കാൻ ഭയങ്കര താമസമാകുമെന്ന് ഓർത്തേ. പക്ഷേ നമുക്ക് തീ എന്തായാലും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ള കാര്യത്തിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ലിനുള്ള സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കുവാണ്. അതിനുള്ള കമ്പ് വെട്ടണയാണ് നമ്മുടെ ചങ്ങായി കാണുന്നത്. അത് നമ്മുടെ കാഴ്ച നമ്മുടെ കയ്യിൽ ഇങ്ങനെ വാക്കത്തി ഇല്ലാത്തതുകൊണ്ട് വളരെ ശോചനീയാവസ്ഥയായി പോയി. ഒരു കത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് മുറിയുന്നില്ല. അപ്പം നിലവിലത് വെട്ടിയിട്ട് നമുക്ക് അപ്പോൾ അവസാനം നമുക്ക് ആവശ്യമുള്ള സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു 3 കമ്പ് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് നമുക്കൊരു വള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തങ്ങനെ ചിട്ടീതലിൻ്റെ ഒരു കൈയാണ് എടുത്തങ്ങനെ. അപ്പോൾ അതിട്ടാണ് നമ്മൾ അത് കൂട്ടി കെട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തീ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കനലുമായിട്ടുണ്ട്.
അപ്പോൾ അത് മഴയൊക്കെ അങ്ങോട്ട് പയ്യെ മാറി നിൽക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് മഞ്ഞൊക്കെ കയറി നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. നമ്മൾ വന്നപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, അതിൽ നമ്മുടെ തീയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്റ്റാൻഡ് വേണം. അപ്പോൾ അതുപോലെ ഒരു സ്റ്റാൻഡ് കൂടി അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യണം. വാക്കത്തിലൊക്കെ നമുക്ക് വലിയ പ്രശ്നമായി പോയി അല്ലേ. മഴ പെയ്ത് നമുക്കിവിടെ വിറകുകളെല്ലാം മൊത്തം നനഞ്ഞ് പെട്ടുപോയായിരുന്നു. എന്തായാലും അപ്പോൾ നമ്മൾ ശരിക്കും നല്ലതായിട്ട് അവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ മഞ്ഞപ്പൊടി ബാക്കി മുളകും ബാക്കി എല്ലാ ഐറ്റംസും എല്ലാം ചേർത്ത് വെച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ഇലക്കടയൊക്കെ ഉള്ളതും കൂടി തേച്ച് ചിക്കനിലേക്ക് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നേരെ നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറ്റി. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറ്റി തീയും കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ചിക്കൻ്റെ ഒരു സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പയ്യെ തിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ മഴയും പെയ്യുന്നുണ്ട് നമുക്ക്, അതുകൊണ്ട് തീ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എല്ലാ സൈഡും ആവണമല്ലോ. അപ്പോൾ അതൊരു നമുക്ക് മഴ പെയ്യണോണ്ട് മഞ്ഞ് പെയ്തിട്ട് ചെറിയ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്തായാലും റെഡിയാക്കി എടുക്കാം. നമ്മൾ നിൽക്കുന്ന ഭാഗം കാണാൻ പറ്റും അല്ലേ. നമ്മൾ ശരിക്കും ഇപ്പോൾ മഞ്ഞിൻ്റെ അകത്തായിപ്പോയി നമ്മൾ. ഇത്രയും ഭാഗം അതായത് നമ്മുടെ ചിക്കൻ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മൊരിഞ്ഞോണ്ടിരിക്കുന്നു. പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കേട്ടാക്കിയാണ് വിശക്കുവാന്നും പറയുന്നത്. ചക്കപ്പുഴുക്ക് 1.5-2 മണിക്കൂറോളം ആയില്ലേ. അപ്പൊ നമുക്ക് ചെറിയ വിശപ്പൊക്കെ ആയിട്ടുമുണ്ട്. ഞങ്ങൾ ചക്കപ്പുഴുക്ക് കൈ കരുതിയിട്ടുണ്ട്. ചക്കപ്പുഴുക്കൊക്കെ ആയിട്ടാണ് വന്നത്. ചിക്കനും ചക്കപ്പുഴുക്കും കൂടെയാണ് നമ്മൾ ഇന്നത്തെ കോമ്പിനേഷൻ. ഇത് റെഡിയായ ഉടനെ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കണേ. ഞങ്ങൾ ചക്കപ്പുഴുക്കായിട്ടൊരു മൽപ്പിടുത്തത്തിനുള്ള പരിപാടിയില്ല. അപ്പോൾ നമുക്കൊന്ന് കറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തീയുണ്ട് ഇപ്പം. അപ്പോൾ നമുക്കൊന്ന് കറക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടുത്തേക്കൊന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നല്ലതായിട്ട് സെറ്റായി ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സൈഡും നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ മഞ്ഞുമലയുണ്ട് കേട്ടോ. മഞ്ഞുമലി പുറകിൽ ആന കേറി വന്നേക്കാളും കൂടുതൽ മഞ്ഞിപ്പോൾ ഭയങ്കര ഇതായിട്ട് കൂടി. ആ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തേ. ഉണ്ട് ഭയങ്കരമായിട്ട് മഞ്ഞ് ശരിക്കും മൂടിയുണ്ട്. അവിടുത്തെ മലയൊന്നും കാണാൻ പാടില്ല. അതാണ് അതുപോലെ മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇവിടെ കുറച്ച് അങ്ങോട്ട് മാറി നോക്കിയാൽ നമുക്ക് തീർത്തും ഇതാണ് ഒന്നും കാണല്ലോ. കയറി മഞ്ഞ് വന്നുകൊണ്ടിരിക്കും. എനിക്കിപ്പോൾ ലാസ്റ്റ് നിന്നെ കാണാൻ പാടാത്ത ദിവസം. അതെ, ഞങ്ങൾ നാരങ്ങകളെ കൊണ്ടുവരില്ലായിരുന്നു അല്ലേ. അതെ, അവിടെ ഒരു ഫാൾട്ട് പറ്റി. വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. നല്ല തീയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ സൈഡൊക്കെ നോക്കി എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് ഇത് ഇവിടെയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അടിപൊളി സൂപ്പറായിരുന്നു.
സൂപ്പറായിട്ടുണ്ട് ചങ്ങായിമാരെ. ചക്കയും ചിക്കനും കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.